അങ്ങനെ ഞങ്ങൾ മോളിലെത്തിയിട്ടോ. ഇന്ന് മോള് മൊത്തം ഒരു പൂരപ്പറമ്പ് പോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോളിൻ്റെ ഒരറ്റത്തും തുടങ്ങി മറ്റേ അറ്റം വരെ കാണാൻ പറ്റുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും പോരാത്തതിന് നമ്മുടെ കാർ പാർക്കിങ്ങിലേക്ക് പോകുന്ന വഴി വരെ അവർ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫിലിമിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 10:45. അപ്പം നമ്മൾ മോളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തിയതുകൊണ്ട് തന്നെ മേലെ ഉള്ളിലുള്ള ഡെക്കറേഷനൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് അവർ കുറേ കളിയാക്കലും പിന്നെ ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് തന്നെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ അനിയനും പിന്നെ ഞങ്ങളൊക്കെ ക്യാമറ ഓൺ ചെയ്ത് അവനോട് ഒരു സെൽഫിക്ക് നിൽക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പുച്ഛമായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് വിജയ് സേതുപതിൻ്റെയും നിത്യ മേനോൻ്റെയും കൂടെയുള്ള ഒരു തലൈവൻ തലൈവി എന്ന് പറയുന്ന ഒരു പടമാണ് കേട്ടോ. വിജയ് സേതുപതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ആക്ടറാണ് കേട്ടോ. നിത്യ മേനോനും അതുപോലെ തന്നെ ഓക്കെ കൺമണിയെന്നും വിജയ് സേതുപതി കറുപ്പൻ സേതുപതിയിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആണ്. അപ്പോഴേക്കും വിവി പോയിട്ട് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ പോപ്കോണ്, പിന്നെ ഡോണറ്റ്, പിന്നെ ഒരു ഡ്രിങ്കും കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ ഈ ഡോണറ്റ് അവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് അത് അത്ര പോരായിരുന്നു കേട്ടോ. അതിനുള്ളിലുള്ള ക്രീമിന് എന്തോ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും 10:45 നമ്മുടെ ഫിലിം ഒരു 10:50 ആകുമ്പോഴേക്കും തുറന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു. വാവ്, എന്ത് ഭംഗിയല്ലേ കാണാൻ നോക്കി. അങ്ങനെ ഫിലിമിൻ്റെ ടൈറ്റിൽ പിന്നെ മിസ്സാക്കാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ. അങ്ങനെ ഞാൻ ടൈറ്റിലും കൂടെ എടുത്തു. അപ്പോഴേക്കും നമ്മൾ ഇൻ്റർവെൽ ആയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവെല്ലിന് പിന്നെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ. പിന്നെ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫിലിമാണ് കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള തല്ലുപിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഫാമിലി ആയിട്ടുള്ളതും കോമഡി ആൻഡ് റൊമാൻറ്റിക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇത്. അങ്ങനെ ഏകദേശം ഒരു 1-2 ആഴ്ച ഗ്യാപ്പിനിടയിൽ നമ്മളൊരു നല്ല അടിപൊളി മൂവി കണ്ട സാറ്റിസ്ഫാക്ഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്ത് വന്ന് നേരെ വീട്ടിലേക്കാണ്. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മൂവി കഴിയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. താങ്ക്സ് ഫോർ